എന്നിട്ട് ഇവരത് വീട്ടിൽ കൊണ്ടുവന്ന് ഹീറോയുടെ തല പരിശോധിക്കവേ അവന്റെ തലയ്ക്കകത്തൊരു ന്യൂറോ ചിപ്പ് ഉണ്ടായിരുന്നതായിട്ട് കണ്ടുപിടിക്കും. അപ്പോഴാണ് നീമോ പോലീസുകാരൻ പറയാ, വർഷങ്ങൾക്ക് മുന്നേ ഈ ന്യൂറോ ചിപ്പിന്റെ പരിപാടി ബാൻ ചെയ്താണ്. ഒരു പഴയ കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. നീമോ പോലീസുകാരൻ എന്തൊക്കെയോ അറിയാം. അയാളത് മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് പറയുന്നില്ല. ഇപ്പൊ പോലീസുകാരുടെ കൂടെയുള്ള ഡോക്ടർ അങ്ങേര് പറയും, ന്യൂറോ ചിപ്പുകൾ വളരെ ലേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അവന്റെ തലയ്ക്ക് അടിയിട്ടി ആ ചിപ്പിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവൻ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ ചിപ്പിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോഴാണ് സൂപ്പർ ലേഡിക്ക് മനസ്സിലാവുക, ആൾക്കാരുടെ തലച്ചോറ് ഈ കില്ലർ കട്ടുകൊണ്ടു പോകുന്നത് ആ ന്യൂറോ ചിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവളുടനെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് മരിച്ച വിക്ടിംസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരാളുടെയെങ്കിലും പഴയ എക്സ്റേ, തലയുടെ എക്സ്റേ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് പരിശോധിക്കാൻ പറയും. ഈ സമയത്ത് ഹീറോയും ഹീറോയുടെ കൂട്ടുകാരൻ പോലീസും കൂടി ഒരു കാര്യം കണ്ടുപിടിക്കും. അവന്റെ തലയ്ക്കകത്തെ ന്യൂറോ ചിപ്പിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അവൻ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ പോലീസുകാർക്ക് ഒരു വിക്ടിമിന്റെ പഴയ എക്സ്റേ കിട്ടി. അപ്പൊ അതില് അയാളുടെ തലയ്ക്കകത്ത് ന്യൂറോ ചിപ്പ് ഉള്ളതായിട്ട് കൺഫേം ആയി. പക്ഷെ എപ്പോഴാണ് ആ ന്യൂറോ ചിപ്പ് പിടിപ്പിച്ചതെന്നറിയില്ല. ചെറുപ്പത്തിൽ ഓർഫനേജുകാർക്ക് ഈ കുട്ടിയെ കിട്ടുമ്പോൾ തന്നെ കുഞ്ഞിന്റെ തലയിൽ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടുണ്ടായിരുന്നു. ഏകദേശം 31 വർഷമായി ഈ സംഭവങ്ങൾ നടന്നിട്ട്. സൂപ്പർ ലേഡിക്ക് മനസ്സിലായി, വർഷങ്ങൾക്ക് മുന്നേ ന്യൂറോ ചിപ്പ് പിടിപ്പിച്ച കുട്ടികളെ ഏതോ ഒരു സംഘം ഓർഫനേജുകളുടെ മുന്നിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ പഴയ കേസുകൾ നമ്മൾ നോക്കണം. മൂത്ത പോലീസുകാരൻ പറയും, ഷിസോക്ക സീരിയൽ ചൈൽഡ് അബ്ഡക്ഷൻ കേസസ്, ദ ടോമ കേസ് എന്ന് പത്രക്കാർ പറയും. ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയി തല ഓപ്പറേറ്റ് ചെയ്ത കേസ്. അതേ കേസിൽപ്പെട്ട ആളാണ് താനെന്നും ഹീറോയും കൂട്ടുകാരനെ ഇവിടെ വെച്ച് കണ്ടുപിടിക്കും. ഈ സമയത്ത് പോലീസുകാർ പഴയ ടോമ കേസിൽപ്പെട്ട, നമ്മൾ ആദ്യം കണ്ടില്ല ഒരു പോലീസുകാരനെ, അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല പ്രായമായി, ആ പുള്ളിയെ വിളിച്ചു വരുത്താണ് പഴയ ടോമ കേസിനെ കുറിച്ച് ചോദിക്കാൻ. അദ്ദേഹം വന്നിട്ട് പറയും, 10-32 വർഷങ്ങൾക്ക് മുന്നേ ഒരു കപ്പിള് ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ കാറിനകത്തുണ്ടായിരുന്ന തന്റെ മകനെ കാണാതെയായി. അതാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ആയ കേസ്. കടത്തിക്കൊണ്ടുപോയ ആള് ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാത്തതുകൊണ്ട്, പണമൊന്നും ചോദിക്കാത്തതുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എവിഡൻസ് ഇല്ലായിരുന്നു. എന്നാൽ അധികം വൈകാതെ വീണ്ടും പല സ്ഥലത്തു നിന്നും കൂടുതൽ കുട്ടികളെ കാണാതെയായി. അങ്ങനെയാണ് ഇതൊരു സീരിയസ് അബ്ഡക്ഷൻ കേസാണെന്ന് മനസ്സിലായത്. ഭാഗ്യത്തിന് ഒരു വിറ്റ്നസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ കടത്താൻ ഉപയോഗിച്ച കാർ ഞങ്ങൾ കണ്ടുപിടിച്ചു. ആ കാറിന്റെ ഓണറാണ് കസുവ തോമ. അങ്ങേരെ അഡ്രസ്സിലേക്ക് ചെല്ലുമ്പോൾ അയാളും ഭാര്യയും കൂടി ഒരുപാട് കുട്ടികളെ പിടിച്ചുവെച്ച് അവരുടെ തല ഓപ്പറേറ്റ് ചെയ്ത് അവരിൽ ഈ ന്യൂറോ ചിപ്പിന്റെ പരീക്ഷണം നടത്തുകയായിരുന്നു. ഞങ്ങൾ പിടിക്കുമെന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ മിഡോരി ആത്മഹത്യ ചെയ്തു. അവരുടെ വീട്ടിൽ നിന്നും ഒരുപാട് കുട്ടികളുടെ ചടലം ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. 15ഓളം കുട്ടികളെ അവർ കൊന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ മാത്രമാണ് ജീവനോടെ കിട്ടിയത്. അതിലെ ഭർത്താവ് കുറ്റം സമ്മതിച്ച് ജയിലിലായിരുന്നു. ജയിലിനകത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. രക്ഷപ്പെടുത്തിയ ആ കുട്ടിയെ, ടക്കേഷിയെ, ഞങ്ങളൊരു ഓർഫനേജിലാക്കി. അവന്റെ ന്യൂറോ ചിപ്പിന്റെ കാര്യം രഹസ്യമായിട്ട് വെച്ചു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ടക്കേഷി മാത്രമായിരുന്നില്ല, വേറെയും ഒരുപാട് കുട്ടികളെ അവർ ഓപ്പറേറ്റ് ചെയ്ത് ചിപ്പ് പിടിപ്പിച്ചതിന് ശേഷം പല ഓർഫനേജിലും കൊണ്ടുപോയി ഡംപ് ചെയ്തിരുന്നു. അതെല്ലാം ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സൂപ്പർ ലേഡി ചോദിക്കും, എന്താണ് ആ ടോമ കപ്പിൾസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? പഴയ പോലീസുകാരൻ പറയും, കുട്ടികളെ സൈക്കോപാത്താക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. ഒരു മാൻമെയ്ഡ് സൈക്കോപാത്താക്കി മാറ്റാൻ. സംഭവം, ഈ തോമസ് കപ്പിളുടെ കുഞ്ഞ് ഒരു സൈക്കോപാത്തായിരുന്നു. ആ ചെറുക്കനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പയ്യന്റെ സ്വഭാവം ഒന്നും മാറിയില്ല. കുഞ്ഞിലെ തന്നെ അവൻ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതേ കഥ നമ്മുടെ ഡോക്ടർ ഹീറോയോടും പറയുന്നുണ്ട്. അവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ന്യൂറോ ചിപ്പ് കണ്ടുപിടിച്ചത്. അതിനാദ്യം പരീക്ഷണത്തിന് വേണ്ടി സൈക്കോപാത്തായിട്ടുള്ള കുട്ടികൾ വേണമല്ലോ. അതുകൊണ്ട് അവർ ആദ്യം ഉണ്ടാക്കിയ ചിപ്പ് സൈക്കോപാത്ത് ആക്കാനുള്ളതും രണ്ടാമത്തെ ചിപ്പ് സൈക്കോപാത്തിൽ നിന്നും ക്യൂർ ചെയ്യാനുള്ളതുമായിരുന്നു. കുറെ കുട്ടികളെ സൈക്കോപാത്താക്കി കുറെ പേര് മരിച്ചും പോയി. ഈ സൈക്കോപാത്ത് ആയി മാറിയ കുട്ടികളിൽ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ പിടിക്കുന്നത്. സോ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി, സൈക്കോപതിയെ ക്യൂർ ചെയ്യാനുള്ള വിദ്യയായിരുന്നു ഞങ്ങളുടെയൊക്കെ തലയിൽ ആ ഭാര്യയും ഭർത്താവും പരീക്ഷിച്ചത്. ആ ഭർത്താവും മരിച്ചു, അവരുടെ മകനും മരിച്ചു, ഭാര്യയും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്റെ അവസ്ഥ എന്താണെന്ന് ഹീറോ ചോദിക്കും ഡോക്ടറോട്. ഡോക്ടർ പറയും, ആ ന്യൂറോ ചിപ്പ് നിന്റെ തലയ്ക്കകത്ത് നിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇമോഷൻസ് ഫീൽ ചെയ്താൽ വലിയ കുറ്റബോധത്തിൽ ചെന്ന് പെട്ട് നീ ആത്മഹത്യ ചെയ്താലും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വീണ്ടും ആ ന്യൂറോ ചിപ്പ് ഉണ്ടാക്കിയിട്ട് നിന്റെ തലയിൽ പിടിപ്പിക്കണം. പക്ഷെ അതിന് നമുക്ക് ആ പഴയ ഡാറ്റ വേണം. ഡാറ്റ കിട്ടണമെങ്കിൽ ആ ലുംബർജാക്ക് ആരാണെന്ന് നീ കണ്ടുപിടിച്ച് ഡാറ്റയും കൊണ്ടുവരണം. ഹീറോ പറയും, എത്രയും പെട്ടെന്ന് ഞാൻ അവനെ കണ്ടുപിടിച്ച് ആ ഡാറ്റയുമായിട്ട് വരാം. എനിക്ക് പഴയ പോലെ ആവണം. ഇനിയൊരു പക്ഷേ നീ പഴയതുപോലെ ആയില്ലെങ്കിലോ? ഡോക്ടർ എന്തിനൊക്കെയോ ഭയപ്പെടുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. കാരണം ഹീറോ സാധാരണ മനുഷ്യനായി മാറിയാൽ ഡോക്ടർ കുടുങ്ങില്ലേ. ഈ സമയത്ത് പോലീസുകാർ, നമ്മുടെ സൂപ്പർ ലേഡി പഴയ മുത്തപ്പൻ പോലീസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷപ്പെടുത്തിയ ടക്കേഷി
ഇപ്പൊ ഒരു സൈക്കോപാത്ത് ആണോ? പഴയ പോലീസുകാരൻ പറയും, അവനിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അവന്റെ ബിഹേവിയർ പ്രോബ്ലമാറ്റിക് ആയിരുന്നു. സോ ഡൗട്ടില്ലാതെ അവനൊരു സൈക്കോപാത്ത് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് നിമോ പറയുക, ആ ടക്കേഷി മറ്റാരുമല്ല, കെൻമൊച്ചിയാണ്. ആ ഭാര്യയെ കൊന്ന കേസിൽപ്പെട്ട കെൻമൊച്ചി. അങ്ങനെയാണെങ്കിൽ കില്ലർ കെൻമൊച്ചിയെയും കൊല്ലാൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കെൻമൊച്ചിയെ പഴുതായി വെച്ച് നമുക്ക് കില്ലറെ പിടിക്കാം. ചീഫ് എല്ലാ പോലീസുകാരോടും പറയും തോമ കേസിൽപ്പെട്ട വിക്ടിംസിനെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ. അവിടുന്ന് നീമോ ഒരു ബാറിലേക്ക് വരുന്നു. പുറകെ തന്നെ ഹീറോയിനും പോകുന്നുണ്ട്. ഈ കെൻമൊച്ചിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ചീഫ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന് ഹീറോയിൻ ചോദിക്കവേ നീമോ പറയും, ആരെങ്കിലും ഈ സൈക്കോപാത്തുകളെ കൊല്ലുന്നുണ്ടെങ്കിൽ നമ്മളിതിന് തടയണം. നമ്മൾ ചെയ്യേണ്ട ജോലിയല്ല അവർ ചെയ്യുന്നു. അവനൊക്കെ ചാവണ്ടവനാ. ശരി, അത് വിട്ടേക്കാം. ആ തലയ്ക്കടി കിട്ടിയ വക്കീലിന്റെ കാര്യം എന്തായി? അത് കേട്ട് സൂപ്പർ ലേഡി പറയും, എനിക്ക് ഉറപ്പായിട്ട് അറിയാം അയാൾക്ക് സൈക്കോപാത്തിക് ടെൻഡൻസീസ് ഉണ്ട്. അയാളുടെ മൂവ്മെന്റ്സ് അങ്ങനെയാണ്. കില്ലർ കെൻമൊച്ചിയെ പോലെ തന്നെ ഹീറോയെയും കൊല്ലാൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ രണ്ടുപേരെയും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കേട്ട് പോലീസുകാരൻ വീണ്ടും പറയും, ഇവന്മാരെ പോലെയുള്ളവരെയൊക്കെ കൊല്ലേണ്ടതാണ്, നമ്മൾ ഒരിക്കലും തടയാൻ പാടില്ല. എന്തായാലും അത് കഴിഞ്ഞ് ഇവര് ടക്കേഷിയെ ചെന്ന് കാണുന്നുണ്ട് കെൻമൊച്ചിയെ. നിങ്ങൾ ഡേഞ്ചറിലാണ്, ഒരു കില്ലർ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും, എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഡിറ്റക്റ്റീവാണ്, നിങ്ങളുടെ പോലീസുകാരൻ. അയാളെ പിടിച്ച് ജയിലിലിട്ടാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ സൂപ്പർ ലേഡി ഹീറോയിൻ ചോദിക്കും, നിങ്ങളുടെ തലയിൽ ഒരു ന്യൂറോ ചിപ്പുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? കെൻമൊച്ചി പറയും, എനിക്കറിയാം, ഒരു തവണ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഡോക്ടർ അത് പറഞ്ഞതാണ്. ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എനിക്കും അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നും പറഞ്ഞ് അവൻ ഡോറ് വലിച്ചടയ്ക്കും. ഉടനെ ഹീറോയിനൊരു കോള് വരുന്നുണ്ട്. എന്താ പറ്റിയെന്നറിഞ്ഞില്ല. ഈ സമയത്ത് ഹീറോ തന്റെ സീനിയറെ കൊന്നില്ലേ അതാലോചിച്ച് ടെറസിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഫിയാൻസി അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ നിന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചാണ്, അദ്ദേഹത്തെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇവള് ബൊക്ക ടെറസിൽ വെച്ചിട്ട്, എനിക്ക് ആദ്യകാലത്ത് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, നിന്നിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ ഫീൽ ചെയ്തിരുന്നു. അച്ഛന്റെ സ്ഥാനം നീ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. അച്ഛന് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴാണ് നിന്റെ യഥാർത്ഥ വില, നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് ഇവള് ഹീറോയിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാർക്ക് വീണ്ടും ഒരു ബോഡി കണ്ടുകിട്ടുന്നു. ഇപ്രാവശ്യം തോമ കേസിൽപ്പെട്ട കുട്ടിയല്ല, തോമയുടെ ഒരു കൂട്ടുകാരന്റെ ബോഡിയാണ് കണ്ടുകിട്ടുന്നത്. അയാൾക്ക് ചെറിയ ശിക്ഷയൊക്കെ ജയിലിൽ നിന്ന് കിട്ടിയതാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വലിയ ശല്യമില്ലാതെ ജീവിക്കുകയായിരുന്നു. പഴയ തോമയുടെ കൂട്ടുകാരനാണ്. ഇയാൾ ആരോ 3 മാസങ്ങൾക്ക് മുന്നേ കൊന്നുകഴിഞ്ഞു. അയാളുടെ കയ്യിൽ നിന്നാണ് തോമ കപ്പിൾസ് ന്യൂറോ ചിപ്പ് പിടിപ്പിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് കില്ലർക്ക് കിട്ടുന്നത്. സോ കില്ലർ ഈ തോമയുടെ കൂട്ടുകാരനെ കൊന്ന് ന്യൂറോ ചിപ്പ് പിടിപ്പിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് കവർന്നിട്ട് അവരെ ഓരോരുത്തരെയായിട്ട് കൊല്ലുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ഹീറോയിൻ അവളുടെ ചീഫുമാരോട് ചെന്ന്, ഹീറോയ്ക്കും ഈ കേസിനും കണക്ഷനുണ്ട്, ഹീറോയുടെ തലയിലും ഇന്ന പോലെ ന്യൂറോ ചിപ്പ് ഉണ്ട്, അവനെ അറസ്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനുമുള്ള പെർമിഷൻ ചോദിക്കും. അപ്പൊ അവന്റെ തലയിൽ ന്യൂറോ ചിപ്പ് ഉള്ളതിന്റെ പ്രൂഫ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാനത് ആശുപത്രിയിൽ നിന്നും മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇല്ലീഗൽ വ്യൂവിംഗ് ഓഫ് റെക്കോർഡ്സ് ആണ്, ഇന്റേണൽ അഫയേഴ്സിനെ ബാധിക്കും. ഇവള് കേസിന് വേണ്ടി അനധികൃതമായ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഹീറോയിനെ ചീഫുമാര് ഈ കേസിൽ നിന്ന് മാറ്റും. അതൊരു വെന. ഒരുപാട് ആത്മാർത്ഥത കാണിച്ചാൽ അങ്ങനെയൊക്കെ വെന വരും. ഈ സമയത്ത് ഹീറോ താൻ വളർന്ന ഓർഫനേജിലേക്ക് ഫിയാൻസിയും കൂട്ടി ചെല്ലുന്നു. അവിടുത്തെ ടീച്ചർക്ക് ഹീറോയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷാവും. നീ ചെറുപ്പത്തിൽ ഭയങ്കര ബുള്ളിയായിരുന്നു, വലിയ തല്ലുകാരനായിരുന്നു, കൂടുതലുള്ള എല്ലാ പിള്ളേരെയും തല്ലും. ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, എല്ലാത്തിനും നിന്റെ ഫിയാൻസിയാണ് കാരണം, നല്ല പെൺകുട്ടിയെന്നും പറഞ്ഞ് അമ്മച്ചി വിഷ് ചെയ്യുന്നുണ്ട്. ഹീറോ എനിക്ക് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫിയാൻസിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ടീച്ചറോട് ചോദിക്കും, എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടേന്ന്. 4 വയസ്സുള്ള സമയത്ത് ആരോ ഇവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതാരാണെന്ന് കണ്ടിട്ടില്ല. ഇടയ്ക്കിടെ അനോണിമസ് കോൾസ് വരുമായിരുന്നു, നീ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് ചോദിക്കാൻ. നിന്റെ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ അവർ തന്നെ പറയുമായിരുന്നു. അതേപോലുള്ള പെരുമാറ്റമായിരുന്നു നിന്റെ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയിൻ അവിടുത്തെ കുട്ടികളുമായിട്ട് കളിച്ച് രസിക്കുകയായിരിക്കും. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഹീറോ പുറത്തേക്ക് വരവേ അവന്റെ കണ്ണീന്ന് കുടുകുടാ വെള്ളം ധാരധാരയായി ഒഴുകുന്നുണ്ടാവും. ഇതുവരെ ഇല്ലാത്ത എന്തോ വലിയ കനം, വേദന, സ്നേഹം, സങ്കടം ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഫിയാൻസി അവനെ സമാധാനിപ്പിക്കും. ഒരുപാട് കാലയിൽ ഇങ്ങോട്ട് വന്നിട്ട് അതിന്റെ വിഷമാണെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന ഹീറോ ആ ലുംബർജാക്കിന്റെ കഥ വീണ്ടും വായിക്കുന്നുണ്ട്. ഈ വായിക്കുന്ന സമയത്താണ് കില്ലർ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. ഹീറോ ആ കില്ലർ അടിച്ചിട്ട് മുഖംമൂടി മാറ്റി നോക്കുമ്പോൾ അതവന്റെ കൂട്ടുകാരൻ ഡോക്ടറാണ്. നീ എന്തിനാണ് ആ മോൺസ്റ്റർ വേഷം കെട്ടി വന്നിരിക്കുന്നത്? സത്യം പറ, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയും, നിനക്കിനി ആരെയും കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സ് സോഫ്റ്റാണ്. അങ്ങനെ സോഫ്റ്റായ നീ എപ്പോൾ വേണമെങ്കിലും എന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഹീറോ കൂട്ടുകാരനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, അതിന് നീ ഇങ്ങനെ വേഷം കെട്ടി വരേണ്ട ആവശ്യമില്ലായിരുന്നു. നിന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നില്ല, എനിക്ക് നിന്റെ ആവശ്യമുണ്ട്.
ആ മോൺസ്റ്റർ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവനെയും പിടിക്കും, ഈ ന്യൂറോ ചിപ്പിന്റെ ഡാറ്റയും കണ്ടുപിടിക്കും. നീ സർജറിക്ക് പ്രിപ്പയർ ആയിക്കോ, ബാക്കിയുള്ള സംഭവമായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോളാം. അപ്പൊ കൂട്ടുകാരൻ കില്ലർ ഡോക്ടർ എന്ന നമ്മൾ വീണ്ടും ഒരു ടീമാണ്. നീ എന്നെ ചതിക്കില്ലെന്നറിയാം, ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. സോ യഥാർത്ഥ മോൺസ്റ്റർ കൂട്ടുകാരനല്ല, അവൻ വേഷം കെട്ടി ഹീറോയെ കൊല്ലാൻ വന്നായിരുന്നു, തന്നെ കൊടുക്കുമോന്ന് പേടിച്ചിട്ട്. കാലത്ത് സൂപ്പർ ലേഡി ഹീറോയെ കാണാൻ വരുന്നുണ്ട്. വീട്ടിൽ ആരും ഇല്ല എന്നറിയുമ്പോൾ ഇവളൊരു GPS ഇവന്റെ കാറിനടിയിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് തിരിയുമ്പോഴാണ് ഹീറോ അവിടെ നിൽക്കുന്നത് കാണുക. ഹീറോ അവളെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോകുന്നു. താൻ PhD MIT എടുത്ത ആളല്ലേ, വലിയ വലിയ ജോലിയൊക്കെ കിട്ടുമല്ലോ, എന്നിട്ട് എന്തിനാണ് സാധാരണ ഒരു പോലീസും ചെറിയ ശമ്പളമായിട്ട് കഴിയുന്നത്? ഹീറോയും പറയും 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഭ്രാന്തൻ എലിമെന്ററി സ്കൂളിൽ കയറി ഒരുപാട് കുട്ടികളെ വെട്ടിക്കൊന്നു. അവന് മരണശിക്ഷ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ കുട്ടികളെ കൊന്നത്, അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അതിൽ ഒരാൾ എൻ്റെ സഹോദരനായിരുന്നു. അന്നു മുതൽ പോലീസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കേൾക്കുമ്പോൾ ഹീറോ, സോ നിനക്ക് റിവെഞ്ച് വേണം, പ്രതികാരം, ഒരു വട്ടം ചുറ്റിയ വഴിയിലൂടെ. അതുകൊണ്ടാണ് നീ സൈക്കോപാത്തുകളെ തിരയുന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോയും പറയും, അതെ, അത് മറ്റൊരു സൈക്കോപാത്തിനെ മനസ്സിലാവൂ. ഹീറോ ചിരിക്കുന്നു. ഇവള് വീണ്ടും ചോദിക്കും, തന്റെ തലയ്ക്കകത്തൊരു ന്യൂറോ ചിപ്പ് ഉണ്ടല്ലേ? ഹീറോ ഉടനെ കത്തിയെടുത്തിട്ട്, സോ നീ എന്നെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി. എന്റെ പേഴ്സണാലിറ്റി കണ്ട് ഞാനൊരു സൈക്കോപാത്താണെന്ന് വിചാരിക്കരുത്. ഒരാളുടെ ആക്ഷൻ കണ്ടിട്ടാണ് അയാൾ നോർമലാണോ സൈക്കോപാത്താണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നീ ഇന്ന് തനിച്ചാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ അവർ ഈ കേസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കണം. എനിക്കിപ്പോൾ നിന്നെ വേണമെങ്കിൽ കൊല്ലാം, ആരും അറിയില്ല. പക്ഷേ നിന്റെ കുടുക്കിൽ ഞാൻ പെടാൻ പോകുന്നില്ല. കാരണം നീ ഇപ്പോൾ ഓഡിയോയും വീഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എനിക്കറിയില്ലേ നിന്നെ, മക്കള് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ഹീറോ വഴി കാണിച്ചു കൊടുക്കുന്നു അവൾക്ക് ഇറങ്ങിപ്പോകാൻ. ഇവള് പുറത്തിറങ്ങിയ ഉടനെ വീണ്ടും ഒരു കോള് വരുന്നുണ്ട്. നമ്മുടെ കെൻമോച്ചിയില്ലേ, അയാളെ 2 ദിവസമായിട്ട് കാണുന്നില്ല, മിസ്സിംഗ് ആണ്. അപ്പോഴാണ് ഇവളൊരു കാര്യം ആലോചിക്കുക. നമ്മുടെ നീമോ പോലീസുകാരൻ സൈക്കോപാത്തുകളെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അവനെന്തിനാണ് തടയുന്നത്, കൊല്ലട്ടെ എന്ന് പറഞ്ഞ കാര്യം. ഈ കെൻമൊച്ചിയും പറയുന്നുണ്ടായിരുന്നു, എന്നെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് ആ പോലീസുകാരനായിരിക്കുമെന്ന്. ഹീറോയിൻ ഉടനെ തന്റെ വലിയ പോലീസുകാരനോട് പറയും, നമ്മുടെ നീമോ കുഴപ്പക്കാരനാണ്, എത്രയും പെട്ടെന്ന് അങ്ങേരുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന്. ഇതും പറഞ്ഞ് അവര് പോകുമ്പോഴാണ് ഹീറോയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, പഴയ തോമ മാൻഷനിലേക്ക് വായോ, നിന്റെ ഫിയാൻസിയെ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ഹീറോ കാറും എടുത്ത് പഴയ തോമാ കേസിലെ വീട്ടിലേക്ക് ചെല്ലുന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ താൻ അവിടെ കളിച്ച് നടന്നതെല്ലാം ഹീറോയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. ഹീറോയെ അവർ പിടിച്ചു വെച്ചിരുന്ന സമയത്ത് ആ ഇരുമ്പ് വാതിലും തുറന്ന് ഹീറോ അകത്തേക്ക് പോകുമ്പോൾ തന്റെ ഫിയാൻസിയെ അവനവിടെ കെട്ടിവെച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ കില്ലർ ചാടി വീണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഹീറോ ഓടാൻ ശ്രമിക്കവേ കാലൊരു കുടുക്കിപ്പെടും. ഈ സമയത്ത് പോലീസുകാർ നമ്മുടെ നിമോ പോലീസുകാരന്റെ വീട്ടിൽ വന്ന് ഭയങ്കരമായ സെർച്ചിങ്. അപ്പോഴാണ് പുള്ളിക്കാരൻ ഡോറും തുറന്ന് അകത്തേക്ക് കയറി വരിക. എന്ത് മണ്ടന്മാരാടോ നിങ്ങൾ, അവസാനം തേടി തേടി എന്നെയാണ് കണ്ടുപിടിച്ചത്, സമയം കളയാതെ ഇറങ്ങി പോയിടാന്നും പറഞ്ഞ് അയാൾ ഇവരെ പുച്ഛിച്ചു കളയും. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ 2 വർഷം മുന്നേ മരിച്ചില്ലേ കെൻമുച്ചിയുടെ ഭാര്യ, അവളുടെ ഗ്രേവ് കാണാൻ പോയതാ. ഇന്ന് ആ പെണ്ണിന്റെ മരണ ദിവസമാണ്. ആ പെണ്ണിന് ആരുമില്ല, ആരും തന്നെ പൂക്കൾ വെക്കാറില്ല. പക്ഷെ ഇപ്പോ ഈ വർഷം പുതുതായി ആരൊക്കെയോ പൂക്കൾ വെച്ചിട്ടുണ്ട്. എന്തു പറ്റിയതാണാവോ? ഈ സമയത്ത് കുടുക്കിപ്പെട്ട ഹീറോ ആ ലുംബർ ജാക്കിനോട് പറയും, ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. പിന്നെന്താടാ, നിന്റെ മുഖംമൂടി മാറ്റ്, എനിക്കറിയാം നീ ആരാണെന്ന്. ഇതവിടെ ഹീറോ പറയുന്ന സമയത്ത് തന്നെ ഇവിടെ പോലീസുകാരുടെ ഇടയിൽ ഹീറോയിനും കണ്ടുപിടിക്കും അതാരാണെന്ന്. ബിഹേവിയർ മോഡിഫിക്കേഷൻ. അതെ, ഞാൻ ആ സംഭവം മറന്നുപോയി. ഇവളുടനെ ഫോൺ എടുത്ത് ലൊക്കേഷൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നു. എങ്ങോട്ടാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് കില്ലർ ആരാണെന്ന് മനസ്സിലായി. ഈ സമയത്താണ് കില്ലർ മുഖംമൂടി മാറ്റുക. നമ്മുടെ കെൻമോച്ചിയാണ് കില്ലർ. അവൻ ചോദിക്കുന്നു ഹീറോയോട്, നിനക്കെങ്ങനെ അറിയാമെന്ന്. ഹീറോ പറയും, നിന്റെ ന്യൂറോ ചിപ്പ് പൊട്ടിപ്പോയി, അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ്. സംഭവം ശരിയാണ്. പോലീസുകാരൻ ഇടിച്ച സമയത്ത് ഇവന്റെ ന്യൂറോ ചിപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അവനൊരു സാധാരണ മനുഷ്യനായിട്ട് മാറി. താൻ ചെയ്ത ഒരുപാട് കുറ്റങ്ങളുടെ എല്ലാം കുറ്റബോധമായിരുന്നു മനസ്സ് നിറച്ചു. ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ അതേപോലെ ഉണ്ടായിരുന്ന എല്ലാ സൈക്കോപാത്തുകളെയും നീ വേട്ടയാടി കൊല്ലുമായിരുന്നു. ഇത് ഹീറോ പറയുന്ന സമയത്ത് തന്നെ ഹീറോയിൻ ലൊക്കേഷൻ നോക്കി. ഹീറോയുടെ കാറിൽ ഒരു GPS പിടിപ്പിച്ചില്ലായിരുന്നോ, ആ ലൊക്കേഷൻ നോക്കി അവള് ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ കെൻമുച്ചി പറയും, അതെ, നീ പറഞ്ഞ ശരിയാണ്. എന്റെ ന്യൂറോ ചിപ്പ് പൊട്ടിയപ്പോ ആദ്യം എനിക്ക് മരിക്കാനാ തോന്നിയത്. പക്ഷേ നിങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ജീവിക്കാൻ ഒരു കാരണമായി. എനിക്ക് നിങ്ങളെ കൊന്നുകൊണ്ട് ഞാൻ ജീവിക്കാനുള്ള ഒരു കാരണം കിട്ടി. എനിക്ക് എന്നെ സ്നേഹിച്ച എന്റെ ഭാര്യയെ ഞാൻ കൊന്നുകളഞ്ഞു. ദുഷ്ടൻ, നിങ്ങളൊക്കെ എത്ര പേരെ കൊന്നിട്ടുണ്ടാവൂടാ, ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ശരിയാണ്, ഞാൻ മരിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടി, അവൾക്കൊന്നും അറിയില്ല, ഇനി എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല. സോ അവളെ വിട്ടേക്കൂ, അവള് കുറ്റക്കാരിയല്ലാന്നും പറഞ്ഞ് ഹീറോ ഫിയാൻസിയെ അവിടുന്ന് പറഞ്ഞുവിടാൻ പറയും. കെൻമുച്ചി, ശരി, ആ പെണ്ണ് പാവല്ലേ, പോട്ടെ എന്നും പറഞ്ഞ് അവളുടെ കെട്ടഴിച്ചു വിടുന്നുണ്ട്. ഈ അഴിച്ചുവിട്ട ഫിയാൻസി ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോഴാണ് കെൻമുച്ചി പറയുക, നീ നിന്റെ ലാഭത്തിനു വേണ്ടി ഒരുപാട് പേരെ കൊന്നു. അതില് ഈ പെണ്ണിന്റെ അച്ഛനും ഉണ്ട്. അത് അവൾക്ക് പോലും അറിയില്ല.
നീ മരിക്കേണ്ടവൻ തന്നെയാണ്. ഇത് കേട്ട ഫിയാൻസി ഷോക്കായിട്ട് ഹീറോയോട് ചോദിക്കും, അയാൾ പറയുന്നത് സത്യമാണോ അക്കിറ? അയാൾ പറയുന്നത് സത്യമാണോ? പെട്ടെന്ന് ഹീറോ ചാടി എഴുന്നേറ്റ്, അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ്. നീ അന്ന് എന്നെ വെട്ടാൻ നോക്കിയപ്പോ കണ്ടു നിന്ന പെണ്ണിനെ കൊല്ലാതെ വെറുതെ വിട്ടു. കാരണം നിനക്ക് പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊല്ലാൻ കഴിയില്ല, സൈക്കോപാത്തുകളെ മാത്രമേ കൊല്ലാൻ കഴിയൂ. ഇപ്പോ ഇവൻ ഫിയാൻസിക്ക് നേരെ കത്തിവെച്ചിട്ട്, ഇനി ഇവൾ നിന്റെ ഹോസ്റ്റേജ് അല്ല, എന്റെ ഹോസ്റ്റേജാ. ഞാൻ ഇത്രയും നേരം കളിക്കുകയായിരുന്നു, പക്ഷെ ഇനി കളിയില്ല. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവളെ കൊന്നുകളെ. ഉടനെ കെൻമുച്ചി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഹീറോ ഫിയാൻസിയോട് പറയും, അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നത് എന്റെ ലാഭത്തിന് വേണ്ടി. കെൻമുച്ചി അവളെ വെറുതെ വിടടാന്ന് പറഞ്ഞ് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഹീറോ തന്റെ കയ്യിലെ കത്തി കൊണ്ട് കെൻമുച്ചിയെ ആഞ്ഞുകുത്തും. എന്നിട്ട് അവന്റെ തന്നെ ആയുധം എടുത്ത് അവന്റെ തലയിലേക്ക് തിരിഞ്ഞടിക്കുന്നു. കെൻമുച്ചി അവശനായി. അപ്പൊ ഹീറോ പറയും, നീ ഏറ്റവും കൂടുതൽ കൊല്ലാൻ ആഗ്രഹിച്ചത് നിന്നെ തന്നെയാണ്. ഞങ്ങളെല്ലാവരെയും കൊന്നുകഴിഞ്ഞ് നീ സ്വയം ചാവാനും തീരുമാനിച്ചിരുന്നു. അത് കേട്ട് കെൻമുച്ചി ചോദിക്കും, നിനക്കതെല്ലാം എങ്ങനെ മനസ്സിലായി എന്ന്. അപ്പൊ ഹീറോ പറയും, നിന്നെപ്പോലെ തന്നെ തലയിൽ അടിയേറ്റ് എന്റെ ന്യൂറോ ചിപ്പും ബ്രേക്കായി. നിന്റെ അതേപോലെ ഞാനും ഇപ്പോൾ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോ കെൻമുച്ചിയുടെ കയ്യിൽ നിന്ന് അവന് വേണ്ട ഡാറ്റാസ് എടുക്കും. അപ്പൊ കെൻമുച്ചി പറയും, അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ട്. നമ്മളെല്ലാവരെ കുറിച്ചുള്ള വിവരവും ന്യൂറോ ചിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസും ഉണ്ട്. നിന്റെ കുടുംബവും ഒരു പാവം കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും കുഞ്ഞുമോനായ നീയും അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. നിന്നെ പിടിച്ചോണ്ട് വന്ന അന്ന് മുതൽ നീ കരയായിരുന്നു. കൊച്ചുകുഞ്ഞ് അച്ഛനെയും അമ്മയെയും കാറി വിളിച്ച് കരയായിരുന്നു. അത്ര പാവം കുട്ടിയായിരുന്നു നീയാണ് ഇങ്ങനൊരു മോൺസ്റ്ററായിട്ട് മാറിയത്. ഇപ്പൊ വീണ്ടും നീ ഒരു മനുഷ്യനായി. എന്നാൽ ഈ ഡാറ്റ യൂസ് ചെയ്ത് വീണ്ടും മോൺസ്റ്റർ ആവാൻ ശ്രമിക്കുന്നു. അത് കേട്ട് ഹീറോ പറയും, ഇല്ല, ഞാൻ സർജറി ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ ഈ പെണ്ണിന് കടപ്പെട്ടിരിക്കുന്നു. അവളാണ് എനിക്ക് എല്ലാ ഇമോഷൻസും പഠിപ്പിച്ചത്. ഇനി എന്റെ ജീവിതം ഞാൻ അവൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഒരർത്ഥം ഉണ്ടാവട്ടെ. കെൻമുച്ചി പറയും, എങ്കിൽ നീ ജീവിച്ചോ, എനിക്ക് ഈ വേദന താങ്ങി ജീവിക്കാൻ കഴിയില്ല, എന്നെ കൊന്നേക്ക്. പക്ഷെ ഹീറോ അവനെ കൊല്ലുന്നില്ല. നിനക്ക് ആ വേദന താങ്ങാൻ കഴിയുന്നില്ല, എന്നാൽ എനിക്ക് ശിക്ഷയായി ആ വേദനയും പേറി ഞാൻ ജീവിക്കാൻ പോവാണ്. അയാൾക്കൊരു സിഗരറ്റ് കത്തിച്ചു കൊടുത്തിട്ട് ഹീറോ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ കെൻമുച്ചി ഹീറോയെ അഗീറ എന്ന് വിളിക്കും. അപ്പോഴാണ് ഹീറോയ്ക്ക് ഓർമ്മ വരിക, ഹീറോ കുഞ്ഞായിരിക്കുമ്പോൾ അവനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലേഡി കൊണ്ടുപോവായിരുന്നു അവനെ ഉപദ്രവിക്കാൻ. പക്ഷെ ആ സമയത്ത് കെൻമുച്ചി സമ്മതിച്ചില്ല. ടക്കേഷി അവൻ ആ ലേഡിയെ പിടിച്ചിട്ട് കുഞ്ഞിനോട് ഓടി രക്ഷപ്പെടാൻ പറയും. പക്ഷെ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ പാവം. അന്ന് ആ കുഞ്ഞിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. തന്നെ സഹായിച്ച ചേട്ടനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ടക്കേഷി നീയായിരുന്നോ? ടക്കേഷി ചിരിച്ചിട്ട് പറയും, അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. എന്നോട് പൊറുക്കടാ മോനെ, എന്നെക്കൊണ്ട് അന്ന് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പൊയ്ക്കോ, എന്നെ വിട്ടിട്ട് പൊയ്ക്കോ, ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഹീറോയെയും ഫിയാൻസിയെയും അവിടുന്ന് പറഞ്ഞുവിടും. അവരിറങ്ങിപ്പോയി കഴിഞ്ഞ ഉടനെ ഇയാൾ വലിച്ച സിഗരറ്റ് പൊട്ടിക്കിടക്കുന്ന ഓയിലിലേക്ക് എടുത്തിട്ടാണ്. സിഗരറ്റിലെ തീ പിടിച്ച് ആ വീട് മുഴുവൻ കത്തി എരിയായിരിക്കും. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ ലേഡിയും പോലീസുകാരും അങ്ങോട്ട് വരുന്നത്. അവർ ടക്കേഷിയെ കാണുന്നുണ്ട്. പുറത്തേക്ക് വരാൻ വിളിക്കുമെങ്കിലും അവൻ സമ്മതിക്കില്ല. ചെറുചിരിയോടെ ആ തീയിൽ കിടന്ന് വെന്ത് മരിക്കുകയാണ്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഹീറോയുടെ ഓഫീസിലേക്ക് പോലീസുകാർ ഇടിച്ചു കയറും. നിന്റെ കാറിൽ ട്രാക്കർ വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമായിരുന്നു. നീ തന്നെയാണ് എന്നെ ലുംബർ ജാക്കിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ നിനക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി. എന്നാലും നീ ചെയ്ത കുറ്റങ്ങൾ ഇവിടെ മാഞ്ഞു പോയിട്ടില്ല. നീ എത്ര ശ്രമിച്ചാലും അത് മായ്ച്ചു കളയാൻ നിനക്ക് കഴിയില്ല. ഹീറോ പറയും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അവനിൽ നിന്നും നിങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാം, പക്ഷെ ആരും അവനവനിൽ നിന്നും രക്ഷപ്പെടില്ല. ഞാൻ എൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ എനിക്ക് മുന്നോട്ട് പോയേ തീരൂ. നിങ്ങൾ ദയവേത് ഇറങ്ങിപ്പോണം. ഇപ്പോൾ പോലീസുകാരി മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. പോകാൻ നേരം അവൾ പറയും, അധിക കാലം നീ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുമെന്ന് വിചാരിക്കണ്ട, ഒരു നാൾ നിന്നെ ഞാൻ പിടിക്കും. അതിന് ഹീറോ ചിരിക്കുന്നു. വർക്ക് കഴിഞ്ഞവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഫിയാൻസി വീട്ടിലുണ്ടാവും. അവൾ ഇത്രയും നേരം കിടക്കുകയായിരുന്നു. നീ എഴുന്നേറ്റോ? സംഭവിച്ച കാര്യങ്ങൾക്ക് പുറകിലൊരു കഥയുണ്ട്. ഞാനത് പറയാം, നിനക്ക് മനസ്സിലാവും. കാത്തിരിക്കെ, ഞാൻ നിന്നെ പേടിപ്പിച്ചു, എന്നോട് പൊറുക്കെന്നും പറഞ്ഞ് ഇവൻ കെട്ടിപ്പിടിക്കവേ ഇവൾ ഒളിച്ചു വെച്ചിരുന്ന കത്തിയുണ്ട് ഹീറോയുടെ പള്ളയിലേക്ക് ആഞ്ഞു കുത്തുന്നുണ്ട്. എന്നിട്ട് അവള് പറയും, എന്റെ അച്ഛനെ കൊന്നതിന് മാത്രമല്ല, നീ എപ്പോഴും എന്നെ യൂസ് ചെയ്യായിരുന്നു. ഇതുവരെയും എന്നെ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. എന്റെ മനസ്സിലെ വേദനയോ ഫീലിങ്സോ നീ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ കൊണ്ട് ഒരിക്കലും നിന്നോട് പൊറുക്കാൻ കഴിയില്ല. ഹീറോ അവളുടെ കഴുത്തിലേക്ക് ചാടി പിടിക്കും. നല്ലോണം അമർത്തി പാടുവരുമ്പം അവൻ കൈവിട്ടിട്ട് പറയും, ഇപ്പോ ഇതൊരു സെൽഫ് ഡിഫൻസായി. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ നീ കത്തി കൊണ്ട് കുത്തി. അങ്ങനെ പറഞ്ഞാൽ മതി. ഓടി ആ പെൺപോലീസിന്റെ അടുത്തേക്ക് ചെല്ല. ഇനി ഇവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവൻ ചീത്ത പറഞ്ഞവളെ അവിടുന്ന് ഓടിച്ചു വിടും. എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു പെട്ടിയില് തലയും ചാച്ച് മിണ്ടാതെ കിടക്കുകയാണ്. ഈ ലുംബർ ജാക്കിന് ഒരുപാട് നല്ല കൂട്ടുകാരെ കാണാൻ പറ്റി. ഇനി അവൻ വിട പറയുന്നു എന്ന് പറഞ്ഞ് ചെക്കൻ കണ്ണടയ്ക്കും. അതോടെ കഴിഞ്ഞു ലുംബർ ജാക്ക് ദ മോൺസ്റ്റർ എന്ന സിനിമ. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഹൗസ് ഓഫ് ഡ്രാഗൺ എപ്പിസോഡുകൾ സീരീസ് ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെന്ന് കാണുക. നല്ല
രസമാണ്. എന്നാൽ പിന്നെ അടുത്ത സിനിമയിൽ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ